എന്നാൽ വികസനത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാതെ വോട്ടിന് വേണ്ടി മാത്രം കാണിക്കുന്ന കുറെ തട്ടിക്കൂട്ട് നാടകങ്ങളും കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തൊഴിൽ നിങ്ങളുടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇന്ന് കേരളത്തെ നടുക്കിയ ഒരു വാർത്ത ഞാൻ വായിച്ചു ടിവിയിൽ കാണാൻ. അത് റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ പറയാണ്, അതുപോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി പറയാണ് ഈ ഒരു വാർത്തയെ പറ്റി. കേരളം ഇന്ന് നടുക്കിയ ഒരു വാർത്തയാണത്. അതായത് വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുറച്ച് കുട്ടികൾ ചേർന്ന് നമ്മുടെ ഗണഗീതം പാടി. ഗണഗീതത്തിന്റെ പേര് പരമപവിത്രമതാമി മണ്ണി. ആ ഗണഗീതം നമ്മുടെ കുട്ടികൾ പാടി. വന്ദേ ഭാരതിൽ ഗണഗീതം പാടി. ഇതാണ് വാർത്തയുടെ ടൈറ്റിൽ. ഇതാണ് ഇന്ന് കേരളത്തിൽ നടുക്കിയ ഏറ്റവും വലിയ വാർത്ത. കാരണം ഇവിടെ ഇലക്ഷൻ നടക്കുകയാണ്, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ വേറെ നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മേയർ നടക്കുന്ന അഴിമതി നടക്കുന്നത്, കേരള ഗവൺമെന്റ് നടക്കുന്ന അഴിമതികൾ നടക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് വിഷയങ്ങൾ, തിരുനായുടെ വിഷയം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിൽക്കുമ്പോഴും കേരളത്തെ ഇന്ന് നടുക്കിയ വാർത്ത എന്ന് പറയുന്നത് വന്ദേ ഭാരതിൽ ഗണഗീതം പാടി എന്നുള്ളതാണ്. എന്റെ ഓർമ്മ വെച്ച കാലം മുഴുവൻ ഞാൻ കലോത്സവ വേദികളിൽ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ ദേശഭക്തി ഗാന വേദികളിൽ കേൾക്കുന്നത് ഈ വന്ദേ ജനനിയും അതുപോലെ തന്നെ പരമപവിത്രയൊക്കെയാണ്. അപ്പൊ അന്നത്തെ കാലത്തൊന്നും ഈ പറയുന്ന ഒരു ഡിവൈഎഫ്ഐക്കാരെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് എറണാകുളം സിറ്റി ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ്. എന്തിനാ വന്ദേ ഭാരതിൽ നമ്മൾ പരമപവിത്ര പാടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വന്ദേ ഭാരത് പരമപവിത്ര പാടിയ കുട്ടികൾ മറ്റാരല്ല, നമ്മുടെ എളമക്കര സരസ്വതിയിലെ നമ്മുടെ കുട്ടികളാണ്. അപ്പൊ എനിക്ക് ഇവരോട് പറയാൻ വേറൊന്നുമില്ല, ഒരു കാര്യമുള്ളൂ. നിങ്ങളൊരു സ്കൂൾ പണിയും, നിങ്ങളും കുറച്ച് കുട്ടികളെ ഉണ്ടാക്കും, നിങ്ങളും ദേശഭക്തിയുള്ള കുറച്ച് കുട്ടികളെ വാർത്തെടുക്കും. ഞങ്ങൾക്ക് അത് സാധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ കയറിയിട്ട് ദേശഭക്തി ഗാനങ്ങൾ പാടുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ദേശഭക്തി ഗാനം പാടാൻ, പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ കൊണ്ട് സാധിക്കും ദേശഭക്തി ഗാനം പാടാൻ. അവരെ കൊണ്ട്